അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റയാണ്. 2019 വരുന്ന നോ റീപ്ലേസ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ ഒരുപാട് കമൻറ്റുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ ഒരുപാട് പേര് വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പം അതിനെല്ലാം ഉള്ളൊരു പൂർണ്ണ ഉത്തരവും പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതായത് ഒരു വണ്ടി എങ്ങനെ പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഇത് 2019 വരുന്ന വേരിയൻ്റ് ആണ് വരുന്നത്. GX ഓട്ടോമാറ്റിക് ആണ്. ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് തരുന്നത്. ഇത് കസ്റ്റമറുടെ വീട്ടിലാണ് നിലവിൽ വണ്ടി ഉള്ളത്. അപ്പം നമ്മൾ വീഡിയോ ഷൂട്ടിന് വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതിൻ്റെ ബോണറ്റ്, അതേപോലെ ഹെഡ്ലൈറ്റ്, ബമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഈ സൈഡിലെ എല്ലാ ഗ്ലാസുകളും, അതായത് എല്ലാത്തിനും കോഡ് കാര്യങ്ങളുണ്ട്. എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. പിന്നെ ഇതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ വരുമ്പം ഇതും ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റബ്ബറൊക്കെ കാര്യങ്ങളൊക്കെ അയച്ചു നോക്കിയതാണ്. ജസ്റ്റ് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. എല്ലാം ഒറിജിനലാണ് വരുന്നത്. ഈ ഡോറിൻ്റെ സൈഡിലെ പേസ്റ്റിങ് കാര്യങ്ങൾ, ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. അതായത് നമുക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് എടുത്തിട്ടില്ല. ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ റബ്ബർ കാര്യങ്ങളൊക്കെ അയച്ച് നോക്കിയതാണ്. എല്ലാത്തിനും പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പേസ്റ്റിങ് കാര്യങ്ങൾ, ഇതിൻ്റെ പഞ്ചിങ് കാര്യങ്ങൾ, ഇതിൻ്റെ സീല് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ 2.8 Gയിലാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ഇതിൻ്റെ ബാക്കിലെ ഡോറ്, ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ ബമ്പർ, അതായത് ബാക്ക് സൈഡിലെ ബമ്പറിൻ്റെ ക്ലിപ്പ് ഇളകിയാണ് കിടക്കുന്നത്. വേറെ ഇതിൻ്റെ അകത്ത് ഈ സൈഡിലൊരു മേജറായിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ സൈഡിലെ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. സൈഡിലെ ഗ്ലാസ്സുകൾ, അതേപോലെ ഡോറുകൾ ഒറിജിനലാണ്. നിങ്ങൾക്ക് ഡോറുകളെല്ലാം ഓപ്പൺ ആക്കി കാണിച്ചു തരാൻ പറ്റും. അതായത് സീല് കാര്യങ്ങൾ, പഞ്ചിങ് കാര്യങ്ങളൊക്കെ, അതായത് എല്ലാ ഡോറിൻ്റെയും പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഏത് സൈഡിലും, അതായത് അടിയത്തെ സൈഡ് വേണമെങ്കിൽ അടിയത്തെ സൈഡിൽ, മുകളിലത്തെ സൈഡ് വേണമെങ്കിൽ മുകളിലത്തെ സൈഡ്, എല്ലാം പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫുള്ള് പഞ്ചിങ് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡോറ് കാര്യങ്ങൾ, ഇതിൻ്റെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. പിന്നെ ടയോട്ടോയുടെ എന്ന് പറഞ്ഞ സിമ്പല് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഗ്ലാസ്സുകളും, ഈ സൈഡിലെ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ് വരുന്നത്. റൂഫ് കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തതിൻ്റെ, അതായത് നമ്മൾ ചെയ്യുന്നതല്ല, ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു 95% വണ്ടികളിലെയും ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു മേജർ ആക്സിഡൻറ്റോ മൈനർ ആക്സിഡൻറ്റോ കൊണ്ട് മാറുന്നതല്ല അതൊന്നും. അത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ്. അതായത് ഒന്ന് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീസൺ മാറി വരുന്ന തണുപ്പും ചൂടും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മെട്രോ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കല്ലടിച്ച് പൊട്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം ഇതിൻ്റെ നിലവിൽ കിടക്കുന്ന ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതായത് ഇത് ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. ഒറിജിനൽ ഗ്ലാസ് ആണ് വരുന്നത്. ഇപ്പം അതായത് നമ്മൾ ഒറിജിനൽ മാറ്റാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കസ്റ്റമർ വരുമ്പോൾ നിലവിൽ ഒറിജിനൽ കാണുമ്പം ചിലവർക്ക് ഡൗട്ട് കാര്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ക്രാക്ക് വീണിട്ടാണ് നിലവിൽ കിടക്കുന്നത്. ഇപ്പോൾ കസ്റ്റമർക്ക് എടുക്കാൻ വരുന്ന സമയത്ത് അവർക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അന്നേരം ചേഞ്ച് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതായത് ഇൻക്ലൂഡ് പ്രൈസിൽ തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞിട്ട് ശേഷം, അതായത് ഡീലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് മാത്രമേ മാറ്റുള്ളൂ. അതായത് ഒറിജിനൽ ലേബൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കസ്റ്റമർക്ക് ഡൗട്ട് വരും. അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ എൻജിൻ സൈഡ് ഭാഗം എല്ലാം ചെക്ക് ചെയ്താണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പെയിൻറ്റിങ് മെഷീന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഡൗട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇന്ന് ക്ലിയർ ചെയ്ത് തരാം. ഈ വണ്ടിയുടെ ടയേഴ്സ് കിടക്കുന്നത് സിയറ്റിൻ്റെ ടയേഴ്സാണ് കിടക്കുന്നത്. ഇത് ഒരു 80-85% എബോവ് ഉള്ള ടയേഴ്സാണ്. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. പിന്നെ ഇത് ജസ്റ്റ് 77,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 77,000 കിലോമീറ്റർ, 77,000 സംതിങ് ആണ്. അത് ഫോട്ടോ, മീറ്ററിൻ്റെ ഫോട്ടോ അടക്കം നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. പിന്നെ നമ്മൾ മെഷീൻസ് എല്ലാം ഉപയോഗിച്ചാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ വീഡിയോസിൽ ഒന്നും കാണിക്കാറില്ല. അതിനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. ചിലവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ വണ്ടി നോക്കുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്.
നമ്മൾ എടുക്കുന്ന വണ്ടികൾ കൂടുതൽ കസ്റ്റമറുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ ഇതൊന്നും കാണിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, വണ്ടികൾ കാണുന്നു, അതിൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ നമുക്ക് ഓൾമോസ്റ്റ് കാണുമ്പോൾ തന്നെ വണ്ടിയുടെ എങ്ങനെയുണ്ട് ആ വണ്ടിയിൽ നിന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷീന് കാര്യങ്ങൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞ് ഫോട്ടോസ് കാര്യങ്ങൾ ചെയ്യും, അത് കഴിഞ്ഞ് വീഡിയോ ചെയ്യും, അത് കഴിഞ്ഞ് സർവീസ് റെക്കോർഡ് എടുക്കും. അപ്പോൾ കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്തവർക്ക് പോലും റിപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് എല്ലാ ദിവസവും വണ്ടി വരാത്തതിന് കാരണം നമ്മൾ ഒരു ദിവസം ഒരു വണ്ടി അല്ലെ 2 വണ്ടി, ചിലപ്പോൾ 5 വണ്ടി കാണുമ്പോഴായിരിക്കും നമുക്ക് അറ്റ്ലീസ്റ്റ് 1 വണ്ടി കിട്ടുന്നത്, ചിലപ്പോൾ 10 വണ്ടി കാണുമ്പോഴായിരിക്കും 1 വണ്ടി കിട്ടുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പെയിൻറ്റ് കാര്യങ്ങൾ എല്ലാം A to Z ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റിലാണ് വരുന്നത്. ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റാണ്. ഇതൊക്കെ വരുന്ന ഒറിജിനൽ പെയിൻറ്റ്. അതായത് ഈ സൈഡിലെ കാര്യങ്ങളൊക്കെ വരുന്നത് ഒറിജിനൽ പെയിൻ്റാണ് വരുന്നത്. ഇതൊക്കെ വരുന്നത് നോർമലാണ്, നോർമൽ കണ്ടീഷനാണ് വരുന്നത്. നോർമൽ ഇതൊക്കെ നോർമലായിട്ട് തന്നെ. അതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി മൊത്തം ചെക്ക് ചെയ്ത സമയത്ത്, അതായത് ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഇതൊക്കെ നോർമൽ. ബാക്ക് സൈഡിൽ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. എല്ലാം ഗ്രീൻ ലൈറ്റാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രീൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ തെളിയുന്നതാണ്, അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം പാസിംഗ് ആണെങ്കിൽ മാത്രമേ ഗ്രീൻ ലൈറ്റ് തെളിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റെഡ് യെല്ലോ വരും. പിന്നെ അതിൻ്റെ നമുക്ക് സ്കോർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പം ഈ സൈഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ് ഫുള്ള്. അതായത് റീപെയിൻ്റ് കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ആകെ ടച്ച് ചെയ്തേക്കുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ബമ്പറും ബാക്കിലെ ബമ്പറും ഫ്രണ്ടിലെ ബമ്പറും മാത്രമാണ് ടച്ച് ചെയ്തേക്കുന്നത്. ബാക്കി A to Z ക്വാളിഫൈഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് വരുന്നത്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊരു 85% എബോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. ഇനി നമ്മൾ ഇന്ത്യ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 7 സീറ്ററിലാണ് വണ്ടി ഉള്ളത്. അത്ര വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിനും വർക്കിംഗ് കണ്ടീഷനാണ് നിലവിലുള്ളത്. അതായത് 4+3, അതായത് ക്യാപ്റ്റൻ സീറ്റ് 4 അടക്കം വരുന്ന നമുക്ക് അങ്ങനത്തെ വണ്ടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അതൊരു ഇത് കാണാൻ പറ്റുന്നത് റൈറ്റ് സൈഡിലെ സീറ്റിൽ കുറച്ച് ഡാമേജ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ബാക്ക് സൈഡ് അടക്കം നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ്. ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ വെൽ നീറ്റെയിൻ ആയിട്ട് 7 സീറ്ററാണ് വണ്ടി വരുന്നത്. പിന്നെ ജസ്റ്റ് 77,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കാണേണ്ട മെയിൻ ആയിട്ടുള്ള ഭാഗം എൻജിൻ റൂമാണ്. ഇതെന്ന് വെച്ചാൽ വാഷ് കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമറുടെ അടുത്ത് നിന്ന് നിലവിൽ എടുത്തിട്ട് വന്ന കണ്ടീഷനാണ്. വാഷ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നതിന് ഫുൾ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ പട്ടി കാര്യങ്ങൾ എല്ലാം ഒറിജിനലാണ്. പിന്നെ ഇതിൻ്റെ 2019 എന്ന് പറഞ്ഞ മാനുഫാക്ചറിങ് ഇത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഇരിക്കുന്നത്. അതായത് ഒരു വാഷ് പോലും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ വണ്ടി കിട്ടിയത് അതേപോലെ ജസ്റ്റ് ഇങ്ങനെ കൈയൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിലവിൽ റണ്ണിങ് കണ്ടീഷനുള്ള ഇത് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പം എല്ലാ ഭാഗങ്ങളും ഒറിജിനലാണ് വരുന്നത്. ഒറിജിനൽ ഇത് 2019 വരുന്ന GX ഓട്ടോമാറ്റിക്കാണ്. സിംഗിൾ ഓണറിലാണ് വരുന്നത്. 77,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വെൽ മെയിൻറ്റെയിൻ ആയിട്ട് സൂക്ഷിച്ച സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഇത് വരുന്നത് കിഡിലിൻ ഓഫർ, അതായത് നിങ്ങൾക്കൊരു ഡീലർ ഗ്യാപ്പ് കിട്ടുന്ന ഒരു പ്രൈസിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അത് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ 14,60,000 രൂപയാണ് വരുന്നത്. അത് RC പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം ഫോട്ടോസ് കാര്യങ്ങളും ഇന്ത്യയിലടക്കമുള്ള എല്ലാ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇതേപോലത്തെയുള്ള പുതിയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.